प्यारे दोस्तों आदाब। एक बार फिर आप सबका खैर मकदम है हमारे YouTube चैनल पर। आज हम आपके सामने हाजिर हैं 5वीं जमात की दरसी किताब का एक नया चैप्टर के साथ, जिसका नाम है प्यास बुझाए। दोस्तों, ये एक छोटा सा बयानिया है जिसमें नारियल और नारियल के पानी के बारे में बताया गया है। പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഉറുദു പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്യാസ് ബുझാए എന്ന ഒരു കൊച്ചു വിവരണമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. अच्छा दोस्तों, चलिए हम शुरू करें. ശരി, നമുക്ക് ആരംഭിക്കാം. तो दोस्तों, सबसे पहले इस बयानिया का पस मंज़र देख सकते हैं. ഓക്കെ കൂട്ടുകാരെ, ഈ ഒരു പാഠഭാഗത്തിൻ്റെ സന്ദർഭം നമുക്കൊന്ന് പരിശോധിക്കാം. दोनों घर पहुंची. थोड़ा ठंडा पानी दीजिए अम्मी जान, बहुत प्यास लगी है. ये लो, नारियल का पानी पी लो. ये तो बहुत मीठा है अम्मी जान. हाँ बेटी. दोनों घर पहुंची. दोनों घर पहुंची. രണ്ടുപേരും വീട്ടിലേക്കെത്തി. दोनों രണ്ടുപേരും. यहाँ दोनों कौन कौन थी? ഇവിടെ രണ്ടുപേരും ആരായിരുന്നു? അമീന और മിന്നു. അമീനയും മിന്നുവും. दोनों घर पहुंची. അമീന और മിന്നു घर पहुंची, വീട്ടിലേക്ക് എത്തി. थोड़ा ठंडा पानी दीजिए अम्मी जान. थोड़ा ठंडा पानी दीजिए अम्मी जान. थोड़ा ठंडा पानी. थोड़ा कुछ കുറച്ച്. ठंडा पानी തണുത്ത വെള്ളം. ठंडा पानी തണുത്ത വെള്ളം. थोड़ा ठंडा पानी दीजिए अम्मी जान. കുറച്ച് തണുത്ത വെള്ളം തരൂ അമ്മേ. बहुत प्यास लगी है. ഒരുപാട് ദാഹിക്കുന്നു. നല്ല ദാഹമുണ്ട്. बहुत ഒരുപാട്. പ്യാസ് ദാഹം. बहुत प्यास लगी है. നല്ല ദാഹമുണ്ട്. ये लो, नारियल का पानी पी लो. ഇതാ, ഇളനീർ കുടിച്ചോ. नारियल का पानी, ഇളനീർ, തേങ്ങാവെള്ളം. ഓക്കെ. ये तो बहुत मीठा है अम्मी जान. ये तो बहुत मीठा है अम्मी जान. ഇതിന് നല്ല മധുരമുണ്ടല്ലോ ഉമ്മ. बहुत मीठा है, നല്ല മധുരമുണ്ട്. മീഠ, മധുരമുള്ളത്. हाँ बेटी, अदे मोड़े. तो चलिए दोस्तों, ये सबक का हिस्सा पढ़ लें. ഓക്കെ, നമുക്ക് ഈ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. പ്യാസ് ബുझाए. പ്യാസ് ബുझाए, ദാഹം അകറ്റാം. പ്യാസ് का मतलब है ദാഹം. ബുझാന, ശമിപ്പിക്കുക, കെടുത്തുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ प्यास बुझाए, दाहम अगटाम. ये है नारियल का पानी, केरला का मीठा शरबत, ठंडा और मज़ेदार. ये सेहत के लिए कितना अच्छा है. ये सेहत के लिए कितना अच्छा है. केरला की खूबसूरती नारियल के ऊंचे ऊंचे पेड़ों से है. नारियल खाना अच्छा है. नारियल से सालन बनता है. उसका तेल सर में भी लगाते हैं. नारियल सबको पसंद है. तो ठीक है दोस्तों, इसका मतलब देखें. നമുക്കിതിൻ്റെ ആശയം ഒന്ന് പറഞ്ഞു നോക്കാം. प्यास बुझाए. प्यास बुझाए, दाहम अगटाम. ये है नारियल का पानी. ये है नारियल का पानी. ഇതാണ് ഇളനീർ. नारियल का पानी, ഇളനീർ, തേങ്ങാവെള്ളം. नारियल का मतलब है തേങ്ങ, पानी का मतलब है വെള്ളം. ഓക്കെ. അപ്പോൾ ये है नारियल का पानी, ഇതാണ് ഇളനീർ. കേരള का मीठा शरबत. കേരള का मीठा शरबत, കേരളത്തിൻ്റെ മധുരപാനീയം. കേരള का, കേരളത്തിൻ്റെ, മീഠ, മധുരമായ, ഷർബത്ത്, ഷർബത്ത്, പാനീയം. ठंडा और मज़ेदार. ठंडा और मज़ेदार, തണുത്ത സ്വാദിഷ്ടമായ.
ठंडा का मतलब है तणुत्ता, ठंडा तणुत्ता, रसमुള്ള, टेस्റ്റുള്ള. ओके, ये सेहत के लिए कितना अच्छा है? ये सेहत के लिए कितना अच्छा है? ഇത് ആരോഗ്യത്തിന് എത്ര നല്ലതാണ്? ये सेहत के लिए ഇത് ആരോഗ്യത്തിന് कितना अच्छा है, എത്ര നല്ലതാണ്. सेहत का मतलब है ആരോഗ്യം, തന്ദുരുസ്തി. कितना എത്ര, अच्छा നല്ലത്. केरला की खूबसूरती नारियल के ऊंचे ऊंचे पेड़ों से है. കേരള की खूबसूरती, കേരളത്തിൻ്റെ മനോഹാരിത, ഭംഗി. खूबसूरती ഭംഗി, സൗന്ദര്യം. നാരിയൽ കെ ഊഞ്ചെ ഊഞ്ചെ പേടോं से है, വലിയ വലിയ തെങ്ങുകൾ കാരണമാണ്. നാരിയൽ കെ ഊഞ്ചെ ഊഞ്ചെ പേട്, നാരിയൽ കെ പേട് തെങ്ങ്, ഊഞ്ചെ ഊഞ്ചെ ഉയർന്ന വലിയ. അപ്പോൾ കേരള की खूबसूरती नारियल के ऊंचे ऊंचे पेड़ों से है, കേരളത്തിൻ്റെ സൗന്ദര്യം വലിയ വലിയ തെങ്ങുകളാണ്. കേരളത്തിൻ്റെ സൗന്ദര്യം വലിയ വലിയ കേരവൃക്ഷങ്ങളാണ്. നാരിയൽ ഖാന അച്ഛാ ഹെ, തേങ്ങ ഭക്ഷിക്കുന്നത് നല്ലതാണ്. നാരിയൽ സേ സാലൻ ബൻതാ ഹെ, തേങ്ങ കൊണ്ട് കറിയുണ്ടാക്കുന്നു. ഉസ്കാ തേൽ സർമേ ഭി ലഗാത്തെ ഹെ, ഉസ്കാ തേൽ അതിൻ്റെ എണ്ണ, അതായത് വെളിച്ചെണ്ണ. നാരിയൽ കാ തേൽ സർമേ ഭി ലഗാത്തെ ഹെ, തലയിലും പുരട്ടുന്നു. നാരിയൽ സബ്കോ പസന്ത് ഹെ, നാരിയൽ സബ്കോ പസന്ത് ഹെ, തേങ്ങ എല്ലാവർക്കും ഇഷ്ടമാണ്. तो दोस्तों ये सबक आपको कैसा लगा? अच्छा लगा? ठीक है दोस्तों, एक और वीडियो के साथ हम फिर मिलेंगे. तब तक शुक्रिया, खुदा हाफिज़.